കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്നതേവരൂ. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു. ഒരിക്കൽ കൂടി എല്ലാവർക്കും രാമനാമത്തിൽ നമസ്കാരം. ഇന്ന് കർക്കിടകം 7. ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം വിച്ഛിന്നാഭിഷേകമാണ്. ആ പേര് ദ്യോതിപ്പിക്കുന്ന മാതിരി തന്നെ നടക്കാതിരുന്ന ഒരു അഭിഷേകത്തിന്റെ തലക്കെട്ടോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ വില്ലന്മാരായി വരുന്നത് കൈകേയിയും മന്ധരയുമാണ്. രാമായണത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണിത്. രാമായണത്തിനെ വഴി തിരിച്ചുവിടുന്ന ഒരു ഭാഗം കൂടിയാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് കിടക്കാം. നമസ്കാരം. നമ്മള് രാമായണത്തിലെ തികച്ചും വ്യത്യസ്തമായ ഒരു പാതയിലൂടെ സഞ്ചരിക്കാൻ പോകും. തീർച്ചയായിട്ടും രാജാവാകാൻ പോയ രാമനെ അവിടെ നിന്നും വേർതിരിപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് ദശരഥൻ നൽകിയ 2 വരത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരതനും ശത്രുഘ്നനും കേകയായ രാജ്യത്തിലേക്ക് പോയ ആ അവസരത്തിൽ മന്ധരയുടെ ഒരു മോട്ടിവേഷനിൽ കൈകേയി ഒരു തെറ്റായ സമയത്ത് തെറ്റായ ചോദ്യം ചോദിക്കുന്നു. അല്ലെ, ഒരു കാര്യം കൂടി അതിനിടയ്ക്ക് ചോദിക്കാൻ എനിക്കുണ്ട്. ഇപ്പോ കൈകേയിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിയാണ് പാതിപ്പായസം ദശരഥൻ കൊടുത്തത്. ശൈഥല്യാത്മന അങ്ങനെ ഒരു റെഫറൻസ് കൂടി ഉണ്ടല്ലോ. പുത്രകാമിഷ്ടിയിലാണ്. മറ്റു ഭാര്യമാർക്ക് കൊടുത്ത മാതിരി അല്ല അല്ലെ ദശരഥൻ കൊടുത്തത്. അങ്ങനെയുള്ള ഒരു റെഫറൻസും രാമായണത്തിൽ പറഞ്ഞ ഇപ്പോൾ നടക്കുന്ന ഇപ്പൊ ഇത് മുടങ്ങിപ്പോകും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതെന്തെങ്കിലും നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുമോ? എന്തായാലും ഉണ്ടാവുന്നതാണ് നമുക്ക് വിചാരിക്കേണ്ടത്. നോക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സ്തുതാ മയാ വരദാ വേദമാതാ പ്രചോദയന്താം പാപമാനി ദ്വിജാനാം ആയുപ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സീതാറാം. പതിപോലെ നമുക്ക് പരമപവിത്രമായ രാമായണ ഗ്രന്ഥത്തിലേക്ക്, രാമകഥയിലേക്ക്, രാമചരിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നിവിടെ ചോദിച്ചത് തന്നെ അഭിഷേകവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമന്റെ രാജ്യഭാരമാണുള്ളത്. രാമന്റെ ഭരണം അല്ലെ, ശ്രീരാമന്റെ രാജ്യഭാരം. അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായി രാജ്യം ഭരിക്കുന്ന ആ ഒരു സങ്കല്പമാണ് നമ്മുടെ മനസ്സിലുള്ളത്. കാരണം രാമനെ പോലുള്ള ഒരു രാജാവിനെ ലഭിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഭാഗ്യമാണ്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തില് അയോധ്യയിലെ പ്രജകളെല്ലാവരും ശ്രീരാമകുമാരൻ രാജാവായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. രാമനോളം കഴിവുള്ള അല്ലെങ്കിൽ പ്രാപ്തിയുള്ള ഒരാളും അന്നുണ്ടായിരുന്നില്ല. രാമൻ കണ്ണിലുണ്ണിയായിരുന്നു. ദശരഥൻ കഴിഞ്ഞാൽ അടുത്ത രാജാവ്, യുവരാജാവ് ശ്രീരാമൻ തന്നെയാണ്. മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ, കാരണം ആ ഒരു പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ അല്പം ഗൗരവമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ആ ഭക്തി മാർഗത്തിലേക്കല്ല പോകേണ്ടത്. ഭക്തിയുണ്ട്, ഭക്തി എല്ലാവർക്കും വേണം. പക്ഷെ ഇവിടെ രാമൻ രാജാവാകുന്നതിന് വിഘാതമായി നിന്നവരാരൊക്കെയായിരുന്നു? അതാണ് ചോദിച്ചത്. രാമൻ രാജാവാകുന്നതിന് വിഘാതമായി നിന്നവരാരൊക്കെയായിരുന്നു? നമ്മൾ കാണുന്നത് കൈകേയിയാണ്.
ഈ കൈകേയി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് രാമായണത്തിലെ കഥ പറയുമ്പോൾ ദശരഥ മഹാരാജാവ് എന്ന രാജാവ് ഉണ്ടായിരുന്നു, രാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികൾക്ക്. അത് ശരിയാണ്. പക്ഷെ കൈകേയി കേകയ രാജ്യത്തെ ഒരു കുമാരിയായിരുന്നു, വെറുതെ ഒരു സ്ത്രീയല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു ഭാര്യയല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകേയി കേകയന്റെ മകളാണ്. ആ കേകയന്റെ മകളെ ദശരഥന് വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ വലിയ സംഭവമാണ്. ദശരഥനോ അത് മാത്രമല്ല കൈകേയി വളരെ ധീരയായ വനിതയായിരുന്നു. അതിനകത്തുണ്ട്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തില് സർവശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം ഉണ്ടായിരുന്ന സ്ത്രീകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. യഥാർത്ഥത്തിൽ നമ്മുടെ ദശരഥ മഹാരാജാവിന്റെ പട്ടമഹിഷി എന്ന് പറയുന്നത് കൗസല്യാണ്. കോസല രാജ്യത്തെ രാജകുമാരിയായിരുന്ന കൗസല്യ ദേവിയായിരുന്നു പട്ടമഹിഷി. അന്നങ്ങനെയാണ്, ഒരാൾ പട്ടമഹിഷി, ബാക്കിയെല്ലാം സപത്നിമാരുമാണ്. അതാണ് ഒരു രീതി. ഈ രാജാക്കന്മാർക്ക് അങ്ങനെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവാണ്ടിരുന്നു. ആ കാലഘട്ടം അതിന് അംഗീകരിച്ചിരുന്നു. ബഹുഭാര്യത്വം എന്നുള്ളത് ആ കാലത്തെ ഒരു സമ്പ്രദായമായിരുന്നു, അല്ലെങ്കിൽ അന്ന് അംഗീകരിക്കപ്പെട്ട ഒരു സത്യമായിരുന്നു. പക്ഷെ പട്ടമഹിഷി എന്ന് പറയുന്നത് കൗസല്യാണ്. കൗസല്യ ദേവിയാണ് പട്ടമഹിഷി. ആ കൗസല്യയുടെ പുത്രനാണ് രാജാവ് ആകേണ്ടത്, മറ്റാരുമല്ല. മറ്റുള്ളവർക്ക് രാജ്യാവകാശം ഇല്ല എന്ന് വേണം കരുതാൻ. പക്ഷെ ഇവിടെ നമ്മള് പുത്രകാമേഷ്ടി യാഗസമയത്ത് അദ്ദേഹം യാഗം ചെയ്യുന്ന സമയത്ത്, യജ്ഞം ചെയ്യുന്ന സമയത്ത് വന്യദേവൻ ആ പായസം, ആ പ്രസാദവുമായി ഉയർന്നു ദശരഥന് കൊടുത്തപ്പോൾ അവിടെ അതാണ് ചോദിച്ചത്. കൈകേയിക്ക് കൊടുക്കുമ്പോൾ ശൈഥില്യാത്മനാ പാതി കൊടുത്തു കൈകേയിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഈ കൈകേയിയെ വിവാഹം കഴിക്കുമ്പോൾ കേകയാധിപൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭരതനെ രാജാവാക്കണമെന്ന്. അതാണ് ആ ശൈഥില്യാത്മന എന്ന് പറയാൻ കാരണം. ഭരതന് എന്റെ മകളെ വിവാഹം കഴിക്കുമ്പോൾ ഭരതൻ രാജാവാകണമെന്ന് ഉണ്ട്. ഇത് അതിന്റെ ഒരു രാഷ്ട്രമീമാംസയാണ് കേട്ടോ. നമ്മൾ അതിനകത്ത് ഭക്തിയുമായിട്ട് കൂട്ടിക്കലർത്തരുത്. കാരണം ഒരിക്കലും അങ്ങനെ പാടില്ല. അത് ഭക്തിയായിട്ട് അതിനെ ഒരിക്കലും കൂട്ടിക്കലർത്താൻ പാടില്ല. ഈ രാഷ്ട്രമീമാംസ എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്. അപ്പോ കൈകേയിയെ കൊടുക്കുമ്പോൾ ഭരതനായിരിക്കണം രാജാവെന്ന് അന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. ആ വ്യവസ്ഥ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ശൈഥില്യാത്മന എന്ന് പറയാൻ കാരണം. ശിഥിലമായ മനസ്സോടുകൂടി അദ്ദേഹം കൈകേയിക്ക് കൊടുത്തു എന്ന് പറയാൻ കാരണം. അത് നമ്മൾ മനസ്സിലാക്കണത്. കാരണം അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പോ രാമനാണ് ശരിക്കും രാജാവാകേണ്ടത്, ശ്രീരാമനാണ് രാജാവാകേണ്ടത്. ശരിക്കും ശ്രീരാമനാണ് അതിന് യോഗ്യൻ, അല്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥയനുസരിച്ച് ശ്രീരാമനാണ് അടുത്ത രാജാവ്. പക്ഷെ അന്നത്തെ വാക്കനുസരിച്ച്, കേകയാധിപന് കൊടുത്ത വാക്കനുസരിച്ച് ഭരതന് രാജ്യം കൊടുക്കണം. ഇത് അലിഖിതമായൊരു നിയമമാണത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തുണ്ടായത്? ശൈഥില്യാത്മന, മനസ്സ് ശിഥിലമായിട്ട്. കാരണം ഇവൾ ഗർഭം ധരിച്ചുണ്ടാവുന്ന കുട്ടിക്ക് രാജ്യം കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ഓർമ്മ കൊണ്ടാണ് മനസ്സിലെങ്ങനെ വന്നതെന്നർത്ഥം. അത് തെറ്റൊന്നുമല്ല, അത് അന്നത്തെ വ്യവസ്ഥയാണത്. അതുകൊണ്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഒരാളെ കൂടി വിട്ടത്. ആരുടെ കൂടെ? ഞാനതിന്റെ രാഷ്ട്ര പശ്ചാത്തലത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. മന്ധര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ. കാരണം രാജാവിനെ ഓർമ്മിപ്പിക്കണം. രാജാവ് എന്ന് പറഞ്ഞാൽ നിസ്സാരനല്ല. ഈ കൈകേയിയുടെ കാര്യം എപ്പോഴും ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം. മന്ധര ഗുണക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദാസിയൊന്നുമല്ല. അവരെല്ലാം പഠിച്ച വിദുഷിയായ ഒരു സ്ത്രീ തന്നെയാണ്. അപ്പോ രാജാവ് മറക്കാൻ പാടില്ല. ഇന്നത്തെ രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല. ദശരഥൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രാജാവാണ്, സാർവഭൗമ ചക്രവർത്തിയാണ്. അപ്പൊ അന്ന് കൈകേയിയുടെ അച്ഛൻ കൊടുത്ത ഒരു കാര്യം ഇദ്ദേഹം മറന്നുപോയാലോ? മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടിരിക്കും കൈകേയി, അല്ല മന്ധര. നമ്മളതിനെ ഈ രീതിയിൽ പറയുമ്പോൾ മന്ധരയുടെ നാവിൽ സരസ്വതി പ്രവേശിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. മന്ധരയാണ് പറയുന്നത്. സരസ്വതി എന്ന് പറഞ്ഞാൽ വാക്കാണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ ആ ഒരു ഓർമ്മിപ്പിക്കല് ഈ ഒരു സമയത്ത് മന്ധര ദശരഥനെ ഓർമ്മിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ട് അതിനകത്ത്. അതിന്റെ രാഷ്ട്ര പശ്ചാത്തലം. കാരണം രാഷ്ട്രവും രാജാവും തമ്മിലൊരു ബന്ധമുണ്ട്. രാഷ്ട്രമില്ലെങ്കിൽ രാജാവില്ല. രാഷ്ട്രത്തെ സംരക്ഷിക്കുന്നത് രാജാവാണ്. അപ്പൊ അവിടെ ദശരഥൻ രാജാവാണ്. അപ്പോൾ ദശരഥന്റെ രാജകൊട്ടാരത്തിൽ നടക്കുന്ന ഒരു അന്തർനാടകം കൂടിയാണത്. അങ്ങനെയുള്ള മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അഭിഷേകം അവിടെ നടക്കാൻ പാടില്ല. പിന്നെ അതിന്റെ വേദാന്തപരമായ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അഭിഷേകത്തിന് വിച്ഛിന്നം വന്നാൽ മാത്രമേ രാമൻ വനവാസം ഇറങ്ങിയുള്ളൂ. അതതിന്റെ വേദാന്തപരമായ, അല്ലെങ്കിൽ അതിന്റെ ദാർശനികമായ ഒരു വശം രണ്ടുമുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഉള്ളിൽ കെട്ടിപ്പിണങ്ങി കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കി വരണം. നമ്മൾ ഇന്നലെ സംബന്ധിച്ച നാരദ രാഘവ സംവാദത്തിൽ ഈ നാരദൻ ഇതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അനുസരിച്ചാണ് വന്നത്. അപ്പൊ അത് പറയുമ്പോ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങയുടെ യോഗം ഇതാണ് എന്ന് പറയുന്നത്. രാമൻ
റെസിപ്രോക്കറ്റ് ചെയ്യുന്നത്, തിരിച്ചു പറയുന്നത് തന്നെയാണ്. അത് തന്നെയാണ് അതിന് തുടർച്ചയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ദശരഥന് ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ തന്നെ എടുപ്പിച്ചിരിക്കും. കാരണം ശ്രീരാമൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണത്. അങ്ങനെ സൂചിപ്പിച്ച മാതിരി, അത്രയുടെ കാര്യം സൂചിപ്പിച്ച മാതിരി തൊട്ടു മുമ്പ് തന്നെ ദശരഥനോട് ഈ ആവശ്യം കൈകേയി ഉന്നയിക്കുമ്പോൾ ദശരഥൻ തിരിച്ചു പറയുന്നത്, അതെ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു രാമൻ, അതെ, എന്തുകൊണ്ടാണ് പിന്നെ രാമനെ കാട്ടിലയക്കണം എന്ന് ചോദിക്കുന്നത്. ഭരതൻ രാജാവായിക്കോട്ടെ, പക്ഷെ നീ എന്തിനാണ് ഈ ഭരതൻ അവിടെ ഉള്ള സമയത്ത് ഒരിക്കലും അത് നടക്കില്ല, സാധ്യമല്ല. ഭരതനുള്ള സമയത്ത് ഒരിക്കലും കൈകേയിയുടെ ഈ ആഗ്രഹം നടക്കില്ല. കൈകേയി പറഞ്ഞു കഴിഞ്ഞാൽ ഭരതൻ അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഭരതൻ ഇല്ലാത്ത സമയത്ത് ഈ ഒരു അഭിഷേകം നടത്തുവാൻ കാരണം. എങ്കിൽ അത് വിച്ഛിന്നമാവുകയുള്ളൂ. അതാണ് അതിന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അത്രേ ഉള്ളൂ. പിന്നീട് നമ്മൾ അതിന്റെ വേറെ വശങ്ങളെല്ലാം വരും. അതുകൊണ്ട് കാരണം അത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദശരഥൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല. പിന്നെ മറ്റു നമ്മൾ ആ കഥയിൽ പോകുമ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്ഷത്രിയ കന്യ എന്നുള്ള നിലയ്ക്ക് കൈകേയിയുടെ ആ ഒരു ധീരോദാത്തമായ അല്ലെങ്കിൽ ധൈര്യത്തിന്റെ ആ ഒരു കാര്യമാണ് അവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അദ്ദേഹം യുദ്ധത്തിന് പോയി കഴിഞ്ഞപ്പോൾ രഥകീലം എന്നുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ വന്നിട്ടുള്ളതാണ്. പക്ഷെ ശരിക്കും അതിന്റെ ഇവരുടെ ഉള്ളിലുള്ള അന്തർനാടകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. പക്ഷെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു നിയോഗമുണ്ട്. ആ നിയോഗമാണ് അവിടെ ആദ്യം പറഞ്ഞത് ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരമാണ് ഞാൻ വന്നിട്ടുള്ളത് പറയാനുള്ള കാരണം അതാണ്. നിയോഗം അതാണ്. രാമന്റെ നിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യഭാരം തലയിൽ ചുമക്കുകയല്ല, നേരെ മറിച്ച് സമാജത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. രാമൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് രാമൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ രാമനെ അവതാര പുരുഷനെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ഇവിടെ ഈ ശ്രീരാമന്റെ ജന്മോദ്ദേശ്യം എന്ന് പറയുന്നത് രാക്ഷസ നിഗ്രഹമാണ്, രാവണാദികളെ ഇല്ലാതാക്കലാണ്, ഉന്മൂലനാശം ചെയ്യലാണെന്ന് അറിയാം. അതിന്റെ ഒരു അതിനെ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മലോകത്ത് നിന്ന് ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഉപദേശം ഇപ്രകാരമാണ്, നീ ഇവിടെ ഇരിക്കേണ്ടവനല്ല, നീ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയാനുള്ള കാരണം. കാരണം ഇദ്ദേഹം മര്യാദാ പുരുഷോത്തമനും അതുപോലെ സർവഭൂതങ്ങളുടെയും ഹിതങ്ങൾ ഇച്ഛിക്കുന്നവനും ആയതുകൊണ്ട് രാമൻ വിഗ്രഹത്തിന്റെ അവതാരമായതുകൊണ്ട് ആ രാമന് മാത്രമേ ഇത് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അവിടെ എല്ലാവർക്കും അറിയാം. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ അതിനെ പഠിക്കേണ്ടതെന്ന് അർത്ഥം. ഇവിടെ ഈ അഭിഷേകത്തില് ഈ അഭിഷേക സംഭവം ഇല്ലാതായി. ശ്രീരാമൻ മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച പ്രകാരം ഈ ലോകത്തുള്ള ഈ ആസുരീയ ശക്തികളെ അല്ലെങ്കിൽ രാക്ഷസീയ ശക്തികളെ ഇല്ലാതാക്കുന്നതിന് ശ്രീരാമൻ ആ ഒരു വ്രതം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇതൊരു വ്രതമായിട്ട് അല്ലെങ്കിൽ ദണ്ഡകാരണ്യം എന്ന് പറയുന്ന ആ ഒരു വ്രതം ഏറ്റെടുത്ത് അദ്ദേഹം സമാജത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതും ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അതിനിടയ്ക്ക് പുത്രന്റെ കടമകളെ കുറിച്ച് പുന്നമ്പമാകും നരകത്തിൽ നിന്നുടൻ എന്നോട് താതനെ ത്രാണനം ചെയ്യുക, അതൊരു പുത്രന്റെ കടമകളെ കുറിച്ചും കൈകേയി പണ്ഡിത തന്നെയാണ് അല്ലെ. ആ റെഫറൻസിൽ രാമനെ മോട്ടിവേറ്റ് ചെയ്യാൻ പ്രചോദിപ്പിക്കാൻ വേണ്ടി അച്ഛന്റെ ഈ ശബ്ദം ഏറ്റെടുക്കേണ്ട ഏറ്റവും താതാജ്ഞയെ നിന്ദിക്കുവാനും പാടില്ല. അപ്പോ അച്ഛൻ പറയാതെ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറയാതെ തന്നെ ആ അച്ഛൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നവൻ തന്നെയാണ് ഉത്തമനായ പുത്രൻ. അല്ലാത്തതൊക്കെ മധ്യമനോ അധമനമാണ്. ഇവിടെ ദശരഥന്റെ ആ ശപഥം എന്താണോ ആ ശപഥത്തെ നിറവേറ്റേണ്ട ഉത്തരവാദിത്യം മൂത്തപുത്രനായ ശ്രീരാമനുണ്ടെന്നർത്ഥം. കാരണം ആദ്യമേ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാമലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെന്ന് പറയുന്നത് സേവ്യ സേവക ഭാവത്തിന്റെയും സ്വാമി പ്രത്യേക ഭാവത്തിന്റെയും സ്വരൂപങ്ങളാണ് ഈ 4 പേര്. അതിലെല്ലാം ഉണ്ട്. ആ 4 പേര് ചേരുമ്പോൾ സേവ്യ സേവക ഭാവവും സ്വാമി പ്രത്യേക ഭാവവും കൂടെ വന്നു കഴിഞ്ഞത്. അതൊന്നും ഈ പറയുന്ന പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഓരോരോ വ്യക്തികളല്ല, ഈ ഭാവങ്ങളാണ് അവരിൽ നിഴലിക്കുന്നതെന്നർത്ഥം. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം അങ്ങനെ സമർപ്പിക്കുവാൻ കാരണം. നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തുമ്പോൾ ഭഗവാൻ രാജ്യത്തു നിന്നും കാട്ടിലേക്ക് ചരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മ ഉദ്ദേശം ഇവിടെ തുടങ്ങുന്നു. രാമചന്ദ്രൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ലക്ഷ്മണനോടൊത്തും സീതയോടൊത്തും കാട്ടിലേക്ക് പോകുവാനുള്ള യഥാർത്ഥ കാരണം വിച്ഛിന്നാഭിഷേകത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പുത്രന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെന്നും ആ അധ്യായം അല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇന്ന്
ഇത് ഇവിടെ സമാപിക്കുകയാണ്. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മടിക്കരുത്. നാളെ മറ്റൊരു ഭാഗവുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലാചാര്യനും ശാസനം ചെയ്യുന്ന ദേവരു. ഇത്തം പറഞ്ഞു ലോകത്രയം തദ്രുഷാദഗ്ധമാറു സൗമിത്രി നിൽക്കുന്നേരം മന്ദഹാസം ചെയ്തു മന്ദേതരം ചെന്നു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു. സുന്ദര നിന്ദിരാമന്ദിര വത്സനാനന്ദ സ്വരൂപനിന്ദിന്ദിര വിഗ്രഹൻ ഇന്ദീവരാക്ഷനിന്ദ്രാദി വൃന്ദാരക വൃന്ദവന്ദ്യാഘ്രിയുക്മാരവിന്ദൻ പൂർണ്ണചന്ദ്രബിംബാനനനിന്ദു ചൂടപ്രിയൻ വന്ദാരു വൃന്ദമന്ദാരദാ രൂപമൻ.